ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടിയുടെ ബാക്ക് സൈഡ് ക്ലച്ച് സൈഡ് ഇതൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്കത് കാര്യമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ഗിയർ ബോക്സിൻ്റെ ഭാഗം. അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് ഈ രണ്ട് വീലുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം പ്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിൽ കേട്ടോ. അത്യാവശ്യം ഫ്രീ പ്ലേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടി ഓടുന്തോറും അത് കൂടുതലായിട്ട് വരുള്ളൂ. മറ്റേ ഈ രണ്ട് വീലുകൾക്കും നിലവിൽ കാര്യമായിട്ട് പ്രശ്നമില്ല, പക്ഷേ ചെറിയൊരു തേയ്മാനമുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ചെറിയൊരു മൂളിച്ച സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അത് കോംപ്ലിക്കേഷനൊന്നുമില്ല, പല്ലുകൾക്ക് അതിൻ്റെ ടീത്ത് കാര്യങ്ങളൊന്നും വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെയുള്ളത് നമുക്ക് ഈ ഫൈനൽ ഡ്രൈവിൻ്റെ ഇവിടുത്തെ ബെയറിങ്ങിനൊക്കെ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്ലച്ച് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ ക്ലച്ച് ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റിൻ്റെയും ബെയറിങ് ഇത് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബെയറിങ് മാറ്റുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഈ വീലും ഇതിൻ്റെ ഈ റാച്ചറ്റ് പിന്ന് നമുക്ക് മാറ്റിയിടണം. അപ്പോൾ പിന്നെ രണ്ട് ബെയറിങ് കൂടി വന്നുള്ളൂ. അപ്പോൾ ഗിയറിൽ വരുന്ന എല്ലാ ബെയറിങ് സെറ്റും കൂടി നമുക്ക് മാറ്റിയിടാം. അപ്പോൾ ആ ഭാഗം ഓക്കെ ആയിക്കോളും. അതിനുശേഷം അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ മാറ്റി ഓയിൽസിലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം. ഈ രണ്ട് വീലുകൾ മാറ്റിയിടാം. തൽക്കാലത്തേക്ക് ഈ രണ്ട് വീല് മാറ്റിയാൽ മതി. അപ്പോൾ വലിയ പ്രോബ്ലം സോൾവ് ആയിക്കോളും. മറ്റേപാട് ആ ഒരു ചിലമ്പൽ സൗണ്ടൊക്കെ മാറിക്കോളും. പിന്നെ ഈ വീലിന് ചെറിയൊരു തേയ്മാനമുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു നോയ്സ്, അതായത് ഒരു മൂളിച്ച സൗണ്ട് പോലെ വരാൻ സാധ്യതയുണ്ട്. 90% ഉണ്ടാവില്ല, പക്ഷേ ബൈ ചാൻസ് നമുക്ക് അങ്ങനത്തെ സാധ്യത നിലവിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്താലും മതി കേട്ടോ. കാരണം നമുക്ക് ആ രണ്ട് വീല് മാറ്റിയാൽ മതി. എല്ലാം കൂടി വരുമ്പോൾ പൈസ ഒരുപാട് വരും. ആ രണ്ട് വീലും മാറ്റാം. ഗിയർ ബോക്സിനകത്ത് പറഞ്ഞ ബെയറിങ്ങുകൾ ഈ സൈഡിൽ ഈ കേസുമേ 3 ബെയറിംഗ് ഉണ്ട്, ഈ കേസിൽ 3 ബെയറിങ്ങും ഓയിൽസിൽ ഗ്യാസ്കറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് മാറ്റിയിടാം. പിന്നെ ക്ലച്ചിൽ ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇടണേ. പിന്നെ മാക്സിമം പിക്കപ്പിന് വേണ്ടിയിട്ട് പുറമേ നിന്ന് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിടാം. പൊല്യൂഷൻ്റെ കേസിന് വേണ്ടിയിട്ട് എയർ ഫിൽറ്ററും കാർബറേറ്ററും അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാർബറേറ്ററിൻ്റെ ദിവസം നോക്കിയിട്ട് അഴിച്ചാൽ മതി. എയർ ഫിൽറ്ററും പ്ലഗൊക്കെ എന്തെങ്കിലും അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പൊല്യൂഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഈ രണ്ട് വീലിപ്പോൾ ചോദിച്ചു കൊടുത്ത് 2 സ്ഥലത്തും ഐറ്റം ഇല്ല നിലവിൽ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഒന്ന് ഇറങ്ങി തപ്പി നോക്കാം. കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ട് തരാം. ഒന്ന് തപ്പി നോക്കാം. കിട്ടുമോ? ഇപ്പോൾ 1-2 സ്ഥലത്ത് ചോദിച്ചു കൊടുത്തില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കേണ്ടി വരും. നോക്കിയിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതെനിക്ക് അവിടെ നിന്നെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നാലാണ് ബാക്കി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.